എൻ്റെ സുഹൃത്തുക്കളെ, കുറേ കാലമായിട്ട് വിനായകനെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന് നമ്മുടെ വിനായകൻ ചേട്ടൻ തിരുവനന്തപുരത്ത് രായാവിനെ നന്നായിട്ട് ഇങ്ങനെ താറെടുത്ത് ചുമരിൽ പറ്റിച്ചു വെച്ചിട്ടുണ്ട്. വിനായകൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ പെരുമണ്ടന്റെ കുടുംബമാണ് ട്രാവൻകൂർ ഇത്രയും കാലം ഭരിച്ച്. നാണക്കേട്. അമ്പലം കട്ടും ഓസടിച്ചും കുടുംബം പോറ്റും നിന്ന് നാട്ടുകാർ പറയാതെ വല്ല പണിക്കും പോടാ മക്കുണ്ണ. മക്കൂളെ എന്താ അദ്ദേഹം വിളിച്ചെന്താ? ശരിക്കുള്ള പോസ്റ്റ് വായിക്കാലോ. മക്കുണ്ണാന്ന് തന്നെ, മക്കുണ്ണ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഇത് വിനായകൻ ചേട്ടൻ തന്നെ വിളിച്ചതാണ്. എന്റെ നെഞ്ചത്തേക്ക് ആരും കയറണ്ട. ചിലപ്പോൾ രാജസ്നേഹികളൊക്കെ കുറച്ച് കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ടേ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി നമ്മുടെ വിനായകൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതാണ് ആളുകൾക്ക് സംശയം. വീണ്ടും കഞ്ചാവ് അടിച്ച് തുടങ്ങിയോ വിനായകൻ എന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ കമന്റ് ഇടുന്നുണ്ട്. ഈ കമന്റൊക്കെ ഇടുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്നൊന്ന് കേൾക്കാം. ഇതാ ഒന്നാമത്തെ ഒരു വാർത്ത. അത് ഇങ്ങനെയാണ്: കവടിയാർ കൊട്ടാരത്തിലെ വൻ മോഷണം. ഏകദേശം 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മരതകവും അതുപോലെ മയൂരവും. ഏകദേശം 2 കോടി രൂപയുടെ 2 കോടി രൂപയുടെ സ്വർണവും മരതകവും മയൂരവും അങ്ങനെ എന്തൊക്കെയോ പോയി. ഈ പോയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു നിയമവ്യവസ്ഥ, ഇവിടെ ഒരു പോലീസ് സേനയൊക്കെ ഉണ്ടല്ലോ. ഇവർ പോലീസിനെ അറിയിച്ചില്ല എന്ന് മാത്രമല്ല, അവർ കൊട്ടാരത്തിൽ ഇന്റേണൽ ആയിട്ടൊരു അന്വേഷണം നടത്തി. ഇതെങ്ങാ മാറ്റിവെച്ചതാണോ? ആരെങ്കിലും എടുത്ത് അണിയാൻ കൊണ്ടുപോയിട്ടുണ്ടോ? ക്ഷേത്ര സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു? അവർ അന്വേഷണം നടത്തി. സംഗതി കാണാനില്ല. എന്തായാലും ആ കൊട്ടാരത്തിനുള്ളിൽ കടന്നിട്ട് അത് എടുക്കുക എന്ന് പറയുന്നത് മഹാകള്ളന്മാർക്ക് സാധിക്കൂ. അത്രയ്ക്കധികം അവിടെ കാവൽക്കാരുണ്ട്, എളുപ്പമല്ല. എന്തായാലും കൊട്ടാരത്തിനുള്ളിലുള്ള ആളുകൾക്ക് അറിയാം ഇത് അതുമായിട്ട്, ഈ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് ഇത് മോഷ്ടിച്ചത്. ആ വാർത്ത ഇപ്പൊ ഏകദേശം മുങ്ങിക്കെടുക്കുകയാണ്. അതിന്റെ ബാക്കി അന്വേഷണമൊക്കെ എന്തായി നമുക്ക് അറിയില്ല. ഇപ്പോഴത്തെ വേറൊരു വാർത്ത കൂടി വരുന്നു. അത് വളരെ രസമാണ്. തോക്കുകൾ എന്തി കേന്ദ്രസേന പിണറായി വിജയന്റെ വസതികളിൽ റെയ്ഡ് നടത്തുന്ന വാർത്ത മലയാളികളെ ആഹ്ലാദിപ്പിക്കുമ്പോൾ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അതിനു മുൻപ് പുറത്തു വന്നിരുന്നു. ഒരുപക്ഷെ പിണറായിയുടെ റെയ്ഡ് ഇന്ന് നടന്നിരുന്നില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറേണ്ടത് ഈ വാർത്തയായിരുന്നു. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും സ്വർണ്ണ മോഷണം നടക്കുന്നു എന്ന വാർത്തയാണ്. ഇന്ന് വെളുപ്പംകാലത്ത് മനോരമ ന്യൂസാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ആര് പുറത്തുവിട്ടാലും ഈ മറുനാടൻ മലയാളിക്ക് എങ്ങനെയെങ്കിലും ഇതുകൂടി പിണറായി വിജയൻ നെഞ്ചത്തേക്ക് വെക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ഇലക്ഷന് മുമ്പ് എന്തൊക്കെയായിരുന്നു? ശബരിമല സ്വർണം കാണാനില്ല, ശബരിമലയുടെ പാളി കാണാനില്ല, വാതിൽ പാളി കാണാനില്ല, ഗോപുരത്തിന്റെ സ്വർണ്ണപ്പാളി കാണാനില്ല, പോറ്റി അറസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും കൂടിയിട്ട് നമ്മുടെ CPM നെഞ്ചത്തേക്ക് കയറുന്നു. എന്തേ? ഈ വാർത്തയൊന്നും കൊടുക്കാൻ ഇപ്പൊ ആർക്കും താല്പര്യമില്ലേ? അതുമായി ബന്ധപ്പെട്ട വാർത്തയൊന്നും കാണാനില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പോറ്റി ആരുടെ ഒപ്പമാണ് പോയി നിന്നത് എന്ന്, അല്ലേ? ആരുടെ ഒപ്പമാണ്, ആരുടെ അമ്മയുടെ ഒപ്പമാണ് പോയി നിന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആരൊപ്പം നിന്നിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്, ഒപ്പം ആരുണ്ടായിരുന്നത്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ CPMകാരല്ല ഈ അമ്പലം കട്ടതെന്ന് അറിയാവുന്ന വാർത്ത ആയതുകൊണ്ട് തന്നെ ആ വാർത്തയെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. ശബരിമല എന്നുള്ള വാക്ക് പോലും എന്തോ മാധ്യമങ്ങളാണ്ട് മറന്നുപോലെയാണ്. അപ്പോഴാണ് ഇവൻ ഗംഭീരമായ താളത്തില് എങ്ങനെയെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ മോഷണം പോയിക്കുന്നു. അതുകൂടി പിണറായി വിജയൻ നെഞ്ചത്തിടാൻ വേണ്ടിയുള്ള ശ്രമം. നെഞ്ചത്തിടാൻ വരട്ടെ. ഇപ്പൊ അധികാരത്തിൽ ഇരിക്കുന്നത് ആരാണ്? ഈ പഹയന്മാരാ. എവിടേക്കാണ് ഇത് പോയത്? പിണറായി വിജയനാണ് കട്ടത്, അത് കൊട്ടാരത്തിൽ ആരെങ്കിലാണോ, അല്ലെങ്കിൽ കൊട്ടാരവുമായി ബന്ധപ്പെട്ട ആരെങ്കിലാണോ എന്ന കൺഫ്യൂഷൻ കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റു ചാനലുകളും ഏറ്റെടുത്തെങ്കിലും അതിനു മുമ്പ് തന്നെ പിണറായിയുടെ ദുർവിധിയെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും അതിലേക്ക് ആളുകൾ മാറുകയും ചെയ്തു. പക്ഷെ അങ്ങനെ അങ്ങ് വിട്ടുകളയേണ്ട വാർത്തയല്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള. സ്വർണ്ണക്കൊള്ള നടത്തിയത് തീർച്ചയായിട്ടും അത് ഒരു കാരണവശാലും കളയാൻ പാടില്ല. ആരാണ് സ്വർണ്ണക്കൊള്ള നടത്തിയത്? അതിന് ഈ പറയുന്ന സോക്കോൾഡ് രാജകൊട്ടാരത്തിൽ ആർക്കെങ്കിലും അതിൽ പങ്കുണ്ടോ? ആരാണിത് ഇതിങ്ങനെ കട്ട് തിന്നുന്നേ എന്നതിനെ പറ്റിയിട്ട് വൃത്തിയായിട്ട് വിവരങ്ങൾ പുറത്തു വരിക തന്നെ വേണമെന്നുള്ളതാണ്. എന്തായാലും ഒരു വാർത്ത കൂടി നിങ്ങളൊന്ന് കേൾക്കണം. അമൂല്യ സമ്പത്തുള്ള തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുമുണ്ട്. ക്ഷേത്രത്തിലെ കാണിക്കയായി ലഭിച്ച ഏകദേശം 78 ഗ്രാം സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും കാണാതായിട്ടുണ്ട്. സ്വർണ്ണ വിളക്ക് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയെങ്കിലും അത് പിന്നീട് തിരികെ എത്തിയില്ല. പകരം ഔദ്യോഗിക രേഖകളിൽ ഇല്ലാത്ത വെള്ളി വിളക്ക് സ്ഥാപിച്ചിരിക്കുന്നു. വൈരനമ, അങ്ങനെ തന്നെയാണോ അത് ഉച്ചരിക്കുക എന്നറിയില്ല, വൈരനമ എന്ന ആഭരണം
6 മാസമായി കാണാനില്ല. ഗുരുതര സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായെന്ന് അറിയിച്ച് സംസ്ഥാന പോലീസ് മേധാവി അഡീഷണൽ ചീഫ് എങ്ങനെയുണ്ട്? സെക്രട്ടറി അമൂല്യ വസ്തുക്കളാണ് കാണാതായിട്ടുള്ളത് ആ ഒരു ക്ഷേത്രത്തിൽ നിന്ന്. അത് ഇപ്പൊ ഏഷ്യാനെറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റാരാത് അന്തിച്ചർച്ചൊന്നും നടത്തി കാണാനില്ല. ഏഷ്യാനെറ്റിൽ ഇങ്ങനത്തെ ഒരു വാർത്ത വന്ന് പോയിട്ടുണ്ട്. എന്തിനാണ്, എങ്ങനെ നമുക്ക് ഇതിനിപ്പോൾ പിണറായി വിജയൻ നെഞ്ചത്തേക്ക് ഇടാൻ സാധിക്കും? ഇതൊരു 10 ദിവസം മുമ്പ് നടന്നതാ. 10 ദിവസം. ഈ 10 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ BD സതീശൻ മേനോൻ അധികാരത്തിൽ കയറിയ സമയമാണ്. അപ്പോൾ അതിന് ശേഷം നടന്ന സംഭവമാണ്. ഇതിനെപ്പറ്റിയും ആരും ഗംഭീര ചർച്ച നടക്കുന്നില്ലല്ലോ. എവിടേക്കാണ് ഈ സ്വർണ്ണമൊക്കെ പോകുന്നത്? അങ്ങനെ എളുപ്പത്തിൽ മോഷ്ടിക്കാൻ പറ്റാവുന്ന സ്ഥലമല്ലല്ലോ ഈ ക്ഷേത്രം. കേന്ദ്ര ഗവൺമെന്റ് സേനയടക്കം നിരന്നു നിൽക്കുന്ന പൈതൃക പട്ടികയിൽ എങ്ങാണ്ട് ഉണ്ട് എന്നാണ് എൻ്റെ സംശയം ഈ ക്ഷേത്രം. അങ്ങനെയാണെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അവിടേക്ക് ഈസി ആയിട്ട് അവിടേക്ക് കയറുവാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇടപെടാനും കഴിയുന്ന ഒരൊറ്റ വിഭാഗം ആൾക്കാരുള്ളൂ, അത് ഈ കൊട്ടാരത്തിലെ ആളുകളാണ്. അപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ, തലക്കിങ്ങനെ ചിന്തേരിട്ട് നോക്കുമ്പോൾ ആളുകളൊക്കെ കൺഫ്യൂഷൻ പറയുന്നത് ഇതെല്ലാം കൂടിയിട്ട് ഇവന്മാരൊക്കെ കൂടിയിട്ട് മുക്കുവാണോ എന്ന സംശയമാണ്. അങ്ങനെ സംശയം കയറിയതാണ് നമ്മുടെ വിനായകൻ ചേട്ടനും. അതിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റാണ് സുഹൃത്തുക്കളെ ഈ കാണുന്നത്. അല്ലാതെ മൂപ്പർക്ക് തലയ്ക്ക് വെളിവില്ലാതെ അല്ലെങ്കിൽ കഞ്ചാവ് അടിച്ചോ കള്ളടിച്ചിട്ടോ പറഞ്ഞതല്ല. നല്ല വെളിവോട് കൂടി തന്നെ ചില്ലറ സംശയങ്ങളൊക്കെ അദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അത് എവിടെയെങ്കിലും പോയി കൊണ്ടുകഴിഞ്ഞാൽ വിനായകൻ ചേട്ടൻ ആ പോസ്റ്റ് പിൻവലിക്കും. കൊള്ളുന്നത് വരെ ഇതുവരെ പോസ്റ്റ് അവിടെ ഉണ്ട്. അത് ശക്തമായ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അയാൾ ആ പോസ്റ്റ് പിൻവലിക്കും. എന്തായാലും നമ്മുടെ വിനായകൻ ചേട്ടന്റെ കൺസെപ്റ്റ് അവിടെ എടുക്കട്ടെ. നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതൊക്കെ ചർച്ചയാക്കണ്ടേ? ശബരിമല ചർച്ചയാക്കണ്ടേ? ഈ അമ്പലക്കൊള്ള ചർച്ചയാക്കണ്ടേ? ഈ ക്ഷേത്രത്തിലെ സ്വർണ്ണൊക്കെ എങ്ങോട്ട് പോകുന്നതൊക്കെ ചർച്ചയാക്കണ്ടേ? എന്തത് പിണറായി വിജയൻ ഉള്ളപ്പോൾ മാത്രം ചർച്ച ചെയ്താൽ മതിയോ? പോരാ. ഏത് ആൾ ഭരിക്കുന്ന സമയത്തും ഇത്തരം ചർച്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലെന്തോ ഇരട്ടത്താപ്പുണ്ടെന്ന് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് തോന്നിപ്പോകും. എന്തായാലും വിനായക ചേട്ടാ, നിങ്ങളുള്ള കാര്യം പച്ചയ്ക്ക് കഴുതുന്നുണ്ട്. നമോ ഭാഗം.